മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ 14 കുടുംബങ്ങൾക്ക് കൂടി തണലൊരുങ്ങി. തമിഴ്നാട് ജമാഅത്തുൽ ഉലമ സഭ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നടന്നു. നെല്ലിമാളത്ത് നടന്ന ചടങ്ങിൽ ജമാഅത്തുൽ ഉലമ സഭ പ്രസിഡന്റ് ഖാജ മുഈനുദ്ദീൻ ബാഖവിയാണ് താക്കോൽ കൈമാറിയത്. കുടുംബങ്ങൾക്കുള്ള രേഖകൾ ടി സിദ്ദിഖ് MLA കൈമാറി. മേപ്പാടി നെല്ലിമാളത്താണ് 14 കുടുംബങ്ങൾക്ക് അഭയമൊരുങ്ങിയത്. 6 സെന്റ് സ്ഥലത്ത് 850 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് നിർമ്മിച്ച് കൈമാറിയത്. സ്ഥലമടക്കം ഒരു വീടിന് 25 ലക്ഷം രൂപ ചെലവ് വന്നു. ജമാഅത്തുൽ ഉലമ പ്രസിഡന്റ് ഖാജ മുഈനുദ്ദീൻ ബാഖവി ഉദ്ഘാടനം ചെയ്തു. அந்த இழந்த மக்களுக்காக தமிழ்நாடு ஜமாஅத்துல் உலமா சபை இந்த காக்காவெளி என்ற பக்கத்திலே சுமார் 1.5 ஏக்கர் நிலம் வாங்கி 14 வீடுகள் கட்டி அதில் ஒரு சமுதாய கூடமும் கட்டியிருக்கிறார்கள். ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട് അനുഭവിച്ചവരും പല കാരണങ്ങളാൽ സർക്കാരിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരുമാണ് ഗുണഭോക്താക്കൾ. ഏതാണ്ട് ഈ മേപ്പാടി പഞ്ചായത്തിലെ നെല്ലിമാളത്ത് 1.5 ഏക്കർ ഭൂമി വാങ്ങി റോഡ് വെട്ടി റോഡ് നിർമ്മിച്ചു. 6.5 സെന്റ് ഭൂമിയും 850 സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഓരോ കുടുംബത്തിനും രജിസ്റ്റർ നൽകുന്നത്. ഏതാണ്ട് 4 കോടി രൂപയോളം അവർ സേവനം ചെയ്യുന്ന പള്ളികളിൽ നിന്ന് കളക്ട് ചെയ്താണ് ഈ പദ്ധതികളൊക്കെ അവർ ചെയ്തത്. സമസ്ത വയനാട് കോർഡിനേഷൻ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചത്. 2024 നവംബർ 6-നായിരുന്നു വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ടി സിദ്ദിഖ് MLA, ജമാഅത്തുൽ ഉലമ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ അൻവർ ബാദുഷാ ഉലവി, സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി S മുഹമ്മദ് ദാരിമി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ഹംസ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.